അസ്സലാമലൈക്കും ബിലാലെ. വഅലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, അൽഹംദുലില്ലാ. എടാ നീ ഇപ്രാവശ്യത്തെ പുസ്തകം ശ്രദ്ധിച്ചോ? പിന്നെ ഞാൻ ബുക്ക് ശ്രദ്ധിച്ചിട്ടല്ലേ പഠിക്കുന്നേ. എടാ അതല്ല, നീ പഠിപ്പിയാന്ന് എനിക്കറിയാം. എടാ ബുക്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എനിക്കിത് പുതിയ ക്ലാസ്, പുതിയ പുസ്തകം. ഷോ, ഇവനെ കൊണ്ട് തോറ്റു. എടാ ബുക്കിന് മേലെ NEP എന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതെന്താ? 3 അക്ഷരം. എടാ NEP എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇന്ത്യ ഭരിക്കുന്ന RSS BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പരിഷ്കരണ പ്രൊജക്റ്റാണിത്. മുൻ ISRO ചെയർമാൻ K. കസ്തൂരിരംഗൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഹിന്ദു ചരിത്രം ഉണ്ടാക്കുക, പഴയ ശരിക്കുത്ത ചരിത്രം മായ്ച്ചു കളയുക, പിന്നെ ഹിന്ദി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി മറ്റുള്ള ഭാഷയ്ക്ക് മേൽ നിരുത്സാഹപ്പെടുത്തുക, പിന്നെ കുട്ടികളുടെ മനസ്സിനെ ചുരുക്കി രാജ്യത്തിൻ്റെ ഫെഡറൽ വ്യവസ്ഥയെ തന്നെ അടിച്ചമർത്തുക. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോ നാം എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമായി പഠിക്കുമ്പോൾ നാം മാതാപിതാക്കളോട് ചർച്ച ചെയ്ത് വേണം പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മളും ഇതിൻ്റെ വക്താക്കളാകും. ശരിയടാ. അസ്സലാമു അലൈക്കും. ഞാൻ പഠിക്കാൻ പോവാ. ഞാൻ പറഞ്ഞൊന്നും മറക്കല്ലേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബീൽ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീ എന്താ ഇന്നലെ മദ്രസയിൽ വരാത്തത്? അത് ഞാനൊരു കല്യാണത്തിലേക്ക് പോയിക്കായിരുന്നു. നിന്റെ കല്യാണമാണോ? അല്ല, എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. ഓ, എന്നാൽ നിനക്ക് മദ്രസയിൽ വന്നാൽ കൂലി കിട്ടുമല്ലോ. കല്യാണം നിനക്ക് പിന്നെ ആകർഷിക്കാലോ. അസ്സലാമു അലൈക്കും സുഹൃത്തെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നബി എന്തിനാണ് മദീനയിലേക്ക് പോയത്? അതിലൊരുപാട് ചരിത്രമുണ്ട് സുഹൃത്തെ. കുറിച്ചൊക്കെ പറഞ്ഞു തരാമോ? നമ്മുടെ നബിക്ക് എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത് എന്നറിയാമോ? പ്രവാചകന് 40 വയസ്സുള്ളപ്പോൾ. പിന്നീട് പ്രവാചകൻ 3 വർഷക്കാലത്തോളം രഹസ്യമായി പ്രബോധനം ചെയ്തു. അങ്ങനെയാണോ നബിയുടെ ഭാര്യ ഖദീജയും അബൂബക്കറും അലിയുമൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്? അതെ. പിന്നീട് അള്ളാഹു നമ്മുടെ നബിയോട് പരസ്യമായി പ്രബോധനം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ മലയിൻ മുകളിൽ കയറി അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നിധിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ കുറേ പേര് ഇസ്ലാമിലേക്ക് വന്നു, ഉമ്മർ അടക്കമുള്ള ആളുകൾ. ഇതവിടുത്തെ ബിംബാരാധകരായ ഖുറൈശികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ നബിയെയും സഹാബാക്കളെയും ആക്രമിക്കാൻ തുടങ്ങി. നുബുവത്തിന്റെ 5-ാം വർഷം കുറച്ചു പേർ നബിയെ യസ്രിബിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ എപ്പോഴാണ് ഖദീജ ബീവിയും മൂത്താപ്പയായ അബൂ ത്വാലിബും മരിച്ചത്? നുബുവത്തിന്റെ 10-ാം വർഷം, അതിന് ദുഃഖവർഷം എന്നാണ് പറയുന്നത്. ഇതറിഞ്ഞ് നബി യസ്രിബിലേക്ക് ത്വായിഫിലേക്ക് യാത്ര പോയി. തിരിച്ചെത്തിയ നബിയും സംഘവും ഇസ്ലാമിലെ ശത്രുക്കൾ അവനെ ആക്രമിക്കുന്നുണ്ട്. ഈ ആക്രമണം പിന്നീടും നമ്മുടെ നബി സഹിക്കുകയായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. Chess number 224. 224. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എങ്ങോട്ടാണ് ഇത്രയും ധൃതിയിൽ പോകുന്നത്? നീ അറിഞ്ഞില്ലേ, സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി നടക്കുകയാണ്. നല്ല കളിയാണ്. എപ്പോഴാണ് കളി? 12 മണിക്ക്. നീ വരുന്നുണ്ടോ? 12 മണിക്കോ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പൊ നീ ഇന്ന് ജുമാക്കില്ല? ജുമാ പിന്നെയും നിസ്കരിക്കാമല്ലോ, കളി പിന്നെയും കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ നീ ഇന്ന് ജുമാക്കില്ല എന്നുള്ളത് നിന്റെ വീട്ടുകാർക്ക് അറിയുമോ? വീട്ടിൽ അറിയില്ല. ഞാൻ ജുമാക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജുമാ കഴിയുമ്പോഴേക്കും കളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താം. എന്താണ് മോനെ പറയുന്നത്? ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് കളിയെന്ന് പറഞ്ഞു നടക്കുന്നു. അതെന്താ? ജുമാ കളാ വീട്ടിയാൽ മതിയല്ലോ. ജുമ കളാ വീട്ടാൻ പറ്റുന്ന നമസ്കാരമല്ല. പിന്നെന്താ ചെയ്യുക? ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനമായ ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ നോക്കുക. ശരി സുഹൃത്തെ, തിരുത്തി തന്നതിന് നന്ദി.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫാത്തിമ, നീ എന്താണ് ഇന്നലെ ഖുർആൻ ക്ലാസ്സിൽ വരാനത്? ഹോ, എന്ത് ഖുർആൻ ക്ലാസ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഫാത്തിമ, നിനക്കറിയാമോ കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ എന്തായിരുന്നു വിഷയം? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഖുർആന്റെ മാതാവായ ഫാത്തിഹയെ സംബന്ധിച്ച് ഉസ്താദാണെങ്കിൽ പറഞ്ഞു തന്നു. ഫാത്തിമ, നിനക്ക് വേറൊന്നുമില്ലേ പറയാന്? ആ ഉസ്താദിന്റെ കിറാത്ത് കേട്ട് ഉസ്താദിന്റെ കിറാത്ത് ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനി കടുത്ത പരാജയം നേരിട്ടു. അത് രാജ്യതന്ത്രം അവസാനിച്ച് വൈമർ റിപ്പബ്ലിക് ഉയർന്നു വന്നു. ഞാൻ പറയാം, ഇനി ഞാൻ ഒരു ഖുർആൻ ക്ലാസ് പോലും ഇടത്തില്ല. എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. അസ്സലാം.